ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ് ഷോട്ട് ബൈ ഗോപിക. അപ്പോൾ സച്ചിക്കുട്ടൻ്റെ ആദ്യ കുർബാന ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു പോകുവാണ്. അമ്മയ്ക്ക് എറണാകുളത്ത് നിന്നാണ് ട്രെയിൻ. അപ്പം ഞാനും ഇച്ചേനും അമ്മയും കൂടി ഇപ്പം ആലപ്പുഴ സ്റ്റേഷനിലോട്ട്, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുവാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങനെ പോകാമെന്ന് വെച്ചു. ആദ്യം കാറിന് പോകാമെന്നാണ് ഓർത്തത്. പിന്നെ ഓർത്തു കാറിന് പോയാലും അങ്ങോട്ടൊക്കെ നമ്മളൊരു അരൂർ ഭാഗമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2:20 നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ. അപ്പോൾ എന്തായാലും ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളോർത്ത് ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ എറണാകുളത്ത് ചെന്നിട്ട് അങ്ങനെ പോകാമെന്ന്. അതാകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാനും ഇച്ചാനും അമ്മയും കൂടി നേരെ ആലപ്പുഴ സ്റ്റേഷനെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും ട്രെയിനൊന്നും വന്നിട്ടില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നേ, അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇച്ചാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഞാനും അമ്മയും കൂടി അവിടെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുവാണേ. അപ്പോഴത്തേക്ക് ഇച്ചാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ ചെന്ന് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കുള്ള ട്രെയിൻ വന്നത്. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നേ. നമുക്ക് വേറെ ആ സമയത്ത് നമ്മൾ ചെന്ന സമയത്ത് വേറെ ട്രെയിനൊന്നും ഇല്ലായിരുന്നു. അപ്പം പാസഞ്ചർ ട്രെയിനാണ് നമുക്ക് കിട്ടിയത്. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. ഒരു ചേർത്തല ഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയത്. അങ്ങനെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. നല്ല തിരക്കായിരുന്നു. പാസഞ്ചർ ആകുമ്പോഴത്തേക്ക് ഒത്തിരി തിരക്കുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. നമ്മളങ്ങനെ അവിടുന്ന് കയറി പോന്നിട്ട് നമ്മുടെ മാരാരിക്കുളം സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു അരമണിക്കൂർ കൂടുതൽ ട്രെയിൻ പിടിച്ചിട്ടായിരുന്നേ. കാരണം വേറൊരു തിരുവനന്തപുരത്തോട്ട് പോകുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, ആ വന്ദേ ഭാരതിന് പോകാൻ വേണ്ടിയിട്ട് മാരാരിക്കുളത്ത് എത്തിയപ്പോഴത്തേക്കും കുറേ ടൈം അവിടെ പിടിച്ചിട്ടായിരുന്നു ട്രെയിൻ. അങ്ങനെ ഞങ്ങളിപ്പം എറണാകുളം സ്റ്റേഷനിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ അമ്മയ്ക്ക് പോകാനുള്ള വന്ദേ ഭാരത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ 1:30 അവിടെ എത്തും, എറണാകുളം സ്റ്റേഷനിലെത്തും. അവിടുന്ന് പിന്നെ 2:20 ട്രെയിൻ എടുക്കുന്നത്. അപ്പം അത് 2:20 പറഞ്ഞാൽ ഒരു 2:10 ആകുമ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിലുണ്ടായിരിക്കണം. അതിനുള്ളിൽ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നു. അമ്മ ട്രെയിനിൽ കയറി അമ്മേനെ ആക്കി. പിന്നെ ദഹിച്ചാൻ ലഗേജും സാധനങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ട്രെയിനിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പം വന്ദേ ഭാരതിൽ അമ്മ ആദ്യമായിട്ടാണ്, അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ചേട്ടൻ ഇങ്ങനെ നമ്മുടെ ബാക്കിൽ വന്നൊരു ചേട്ടൻ പറഞ്ഞത്, ഇതിൻ്റെ ഡോറ് ലോക്കായി പോകും, കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡോറ് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷനിൽ അത് ഓപ്പൺ ആകത്തുള്ളൂ. ആ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. വന്ദേ ഭാരതിന് അങ്ങനെയാണ്, ഡോറ് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷനിൽ തുറക്കത്തുള്ളൂ. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിട്ടേൺ പോകണമല്ലോ, തിരിച്ച് ആലപ്പുഴയ്ക്ക് വരണം. അപ്പം അതിനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇച്ചാൻ്റെ കുറച്ച് ഐസ്ക്രീമും വെള്ളവും കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നെ. ഇപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. തിരിച്ച് പോകാനുള്ള ട്രെയിനിൻ്റെ കാര്യം നമ്മൾ വന്നതിൻ്റെ അപ്പുറമായിരുന്നു ആ ട്രെയിൻ. കാരണം നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. എറണാകുളത്ത് നിന്ന് നമ്മൾ കയറിയിട്ട് അവിടെ നിന്ന് ഒരു മണിക്കൂർ പറ്റി എറണാകുളത്ത് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. കാരണം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ അവിടെ നിന്ന് എടുത്തത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എടുക്കാൻ നേരത്തുള്ള സമയത്ത് അവർ പറഞ്ഞു പെട്ടെന്ന് കയറണം, 5 മിനിറ്റ് ഇവിടെ എറണാകുളത്തെ ട്രെയിൻ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് ട്രെയിൻ വന്നപ്പോൾ തന്നെ ചാടിക്കയറിയിരുന്നു. പക്ഷേ ട്രെയിൻ അവിടെ നിന്ന് എടുത്തത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു. ട്രെയിനിൻ്റെ അകത്ത് ചൂട് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയിൽ വന്നു. ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി വൈകിട്ട്. അങ്ങനെ കാറൊക്കെ എടുത്ത് ഞങ്ങൾ പോകുവാണ്. അപ്പോൾ ചൂടും ഇതെല്ലാം കാരണം എനിക്ക് നല്ലപോലെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ചേമ്പർ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുക. നമ്മുടെ ഷേക്ക് ജംഗ്ഷൻ ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാകട്ടെ, ചായയുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. കുബാബിയിലെ ഇഷ്ടമാണ്, ഇവിടുത്തെ ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ചായയിൽ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ സ്പോട്ട്. കാരണം പുറത്തുനിന്ന് എനിക്ക് ചായ കുടിക്കുന്നത് അത്ര താല്പര്യമുള്ള കാര്യങ്ങൾ. എനിക്ക് പുറത്തെ ചായ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ 2 ഷോപ്പിലെയും ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ
അവിടുന്ന് നേരെ അച്ചുവിനെ വിളിക്കാൻ പോയി. അച്ചു നഴ്സറിയിലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ഏകദേശം ഒരു 5:30 ആയി. മിക്കവരും പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓർത്തയ്യോ ആരും കാണത്തില്ലല്ലോ, അവൻ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും എന്നോർത്താ ചെന്നത്. പക്ഷേ ഇവിടെ ഞങ്ങളെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നഴ്സറി. തിരിച്ചിങ്ങോട്ട് വരാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ ചെന്നിട്ടും മൈൻഡാതെ അങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. കുട്ടികൾ ഇവനേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. 5:30 ആയി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. അങ്ങനെ അച്ചുവിനെ വിളിച്ചു. അപ്പോൾ ടീച്ചർ പറയും, അതേ അമ്മ വന്ന് അച്ചു ചെല്ലെന്ന് പറഞ്ഞിട്ടൊന്നും അച്ചു മൈൻഡൊന്നുമില്ല, അച്ചു കളി തന്നെയാണ്. അങ്ങനെ നഴ്സറിയിൽ ചെന്ന് അച്ചുവിനെയും വിളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു.